ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഫിബിനം ജോൺ. എവർഗ്രീൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മളിത് ഇന്ന് നമ്മുടെ പറമ്പിൽ ഇറങ്ങിയിട്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ കുറച്ച് ചാമ്പ വെറൈറ്റികളുണ്ട്. അപ്പോൾ ആ ചാമ്പ വെറൈറ്റികൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാനാണ് കേട്ടോ. ഈ കാണുന്നത് തായ്ലൻഡ് ഇനത്തിൽപ്പെട്ട തായ്ലൻഡ് റെഡ് ചാമ്പയാണ്. ഇതിൽ ഈ വർഷം ആദ്യമായിട്ടാണ് ഇത് കായ്ച്ചേക്കണേ. അത്യാവശ്യം കാ പിടിച്ചിട്ടുണ്ട്. മുകൾ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ പൂവും മുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ കുറച്ച് കായകളുടെ ചാമ്പയ്ക്ക പാകമായി നിൽക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല കട്ടിയുള്ള നല്ല മാംസം കൂടുതലുള്ള ഒരു ഇതാണ്. സാധാ ചാമ്പ പോലെയല്ല, ഉൾഭാഗം നല്ല ഫുൾ കട്ടിയാണ് കേട്ടോ. ഇതിൻ്റെ അത്യാവശ്യം നല്ല ഒരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ വലിയ മധുരം എന്ന് പറയാനില്ല, കാരണം ഈയിടെ ഒരു വേനൽ മഴ കിട്ടിയതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ മധുരത്തിന് ചെറിയൊരു കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്തു നിന്ന് എന്നെ അടുത്തൊരു ചാമ്പ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. പിന്നെ ഈ സൈഡിൽ നിൽക്കുന്ന നമ്മുടെ ഗോൾഡൻ പപ്പായ ഉണ്ടോ ഈ കാണുന്നത്. ഗോൾഡൻ പപ്പായ പൂവിട്ടിട്ടുണ്ട്. ഓക്കെ, അത് പൂവിട്ട് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇത് തായ്ലൻഡ് തന്നെ വൈറ്റ് ചാമ്പയാണ്. അപ്പോൾ തായ്ലൻഡ് റെഡും ഉണ്ട്, ഇപ്പം എൻ്റെ തായ്ലൻഡ് വൈറ്റും ഉണ്ട് കേട്ടോ. ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇത് അധികം വലിപ്പം വരില്ല, റെഡ് ചാമ്പയുടെ അത്രയ്ക്കും വലിപ്പമില്ല. മാക്സിമം ഇതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പം മാത്രം വരുള്ളൂ കേട്ടോ. പിന്നെ റെഡിൻ്റെ അത്രയ്ക്കും ഇതിന് മധുരം പോരാ, അത്രയും ടേസ്റ്റ് ഇല്ല കേട്ടോ. പിന്നെ ഈ കാണുന്നത് തായ്ലൻഡിൻ്റെ തന്നെ ഗ്രീൻ ചാമ്പയാണ്. അതിലിത് ഫ്ലവർ ചെയ്തു, ചിലതിൽ ചെറിയ ചാമ്പയ്ക്കായി നിൽക്കുന്നുണ്ട്. മുകൾ ഭാഗത്ത് 1-2 കൊലകൾ ആയിട്ട് ചാമ്പയ്ക്ക് ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് തായ്ലൻഡ് ഗ്രീൻ ചാമ്പയാണെങ്കിലും അത് വിളഞ്ഞ് കഴിയുമ്പോൾ ചെറിയ റെഡിഷ് കയറി വരിക. പിന്നെ ഈ കാണുന്ന ചാമ്പ നിങ്ങൾക്കറിയാലോ ഏതാണെന്ന്. ഇത് നമ്മുടെ നാടൻ ചാമ്പയാട്ടോ. ഇഷ്ടം പോലെ കായ്ഫലമുണ്ട്, നല്ല കൊല കുത്തി കായ്ക്കും. നമ്മൾ കറക്റ്റ് നോക്കുകയാണെങ്കിൽ ഓരോ ഇലയുടെ മുട്ടം തോറും ഫ്ലവറും കായായി നിൽക്കും. നല്ല റെഡിഷ് കളറാണ് കേട്ടോ. നല്ല പുളിയും ചമർപ്പും മധുരവും നല്ല അടിപൊളി ടേസ്റ്റുമാണ്. നല്ല രീതി ഉണ്ടായിട്ടുണ്ട്. ഇത് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭംഗി ഇങ്ങനെ കൊല്ല കുത്തി പഴുത്ത് നിൽക്കുന്നത് കാണാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ചാമ്പയ്ക്ക് ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. എല്ലാ പിള്ളേർക്കും വരെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സംഭവമാണ് ചാമ്പയ്ക്ക. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു 4 ഇനം ചാമ്പ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.